അതായത് 3 sin 20 divided by cos 70 minus cosec 30 divided by sec 30 divided by cosec 60 equal to dash. Choice A, choice 0, B 1, C 2, D 4. Which is the correct answer? Simplify ചെയ്യാം. That is equal to 3 into sin 20 divided by cos 70 യെ sin ആക്കണമെങ്കിൽ 90 70 മൈനസ് ചെയ്യാം. അപ്പോൾ 20 കിട്ടും. മൈനസ് sec 30 അതുപോലെ തന്നെ എഴുതാം. കൊസീക്കിനെ സീക്ക് ആക്കുന്നതിന് 90 60 മൈനസ് ചെയ്താൽ മതി. അപ്പോ ഇതിന് പകരം സീക്ക് 90 60 മൈനസ് ചെയ്താൽ 30 വരും. അപ്പൊ ഇത് 1 ആയി, ഇതും 1 ആയി. അപ്പൊ ആൻസർ വരുന്നത് 3 into 1 minus 1. That means 3 minus 1 is 2 is the correct answer. C is the choice. For example, sin 40 divided by cos 50 equal to dash. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യുന്നത് നമുക്കറിയാം, കോസ് എന്നുള്ളതിന് പകരം ഇതിന് ആൻസർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. sin 40 divided by cos 50 ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മള് ഈ കോസിനെ അല്ലെങ്കിൽ സൈനെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ മാറ്റാം. നമുക്കറിയാം ഇത് sin 40 എന്ന് പറയുന്നത് cos 50 എന്ന് പറഞ്ഞാൽ sin 40 തന്നെയാണ്. അതായത് ഇതിന് പകരം cos 50 എന്നതിന് പകരം cos 90 മൈനസ് 50 എന്ന് പറയാം. സോറി, sin 90 മൈനസ് 50 എന്ന് പറയാലോ. അതായത് sin 40 ഡിവൈഡഡ് ബൈ ഇത് കുറച്ച് കഴിഞ്ഞാൽ sin 40 എന്ന് തന്നെ കിട്ടും. സോ ആൻസർ ഈക്വൽ ടു 1. ആൻസർ ഈക്വൽ ടു 1. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ സൈനും കോസും ആണ്. ഇത് ഈ കോസ് സൈൻ ആക്കണമെങ്കിൽ 90 മൈനസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. വൺ മോർ എക്സാമ്പിൾ. ഇപ്പൊ sin 10 ഡിവൈഡഡ് ബൈ കോസ് 80 ചോദിച്ചു വിചാരിക്കാം. അപ്പൊ ഈ sin 10 അതുപോലെ തന്നെ എഴുതാം. ഈ കോസിന് പകരം സൈൻ ആക്കണമെങ്കിൽ 90 കുറച്ചാൽ മതി. 90 80 കുറച്ചാൽ 10 അല്ലേ. സോ ആൻസർ ഈസ് sin 10 by sin 10 1 കിട്ടും. വൺ മോർ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു sec 25 ഡിവൈഡഡ് ബൈ cosec 65. ഇതിന്റെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എഴുതിയ ആളനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. യെസ്, വെരി ഗുഡ്. ഇപ്പൊ ആൻസർ കിട്ടിയല്ലോ. ഫോർത്ത് വൺ. ഇപ്പൊ നിങ്ങളോട് tan 35 ഡിവൈഡഡ് ബൈ cot 55 എത്രയാന്ന് ചോദിച്ചു. യെസ്, അതെ, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്, tan 35 അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് കോട്ട് tan ആക്കണമെങ്കിൽ 90 മൈനസ് ചെയ്താൽ മതി. 90 മൈനസ് ചെയ്താൽ 35 ഉണ്ടാവും. അപ്പൊ tan 35 by tan 35 1 എന്ന് കിട്ടും. 90 മൈനസ് ചെയ്താൽ tan കോട്ടും കോട്ട് ടാനും ആക്കാം. അപ്പൊ 90 മൈനസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചത്. sin 90 മൈനസ് തീറ്റ x എന്നൊക്കെ പറഞ്ഞതിന് പകരം പുതിയൊരു അക്ഷരം ഉപയോഗിച്ചല്ലോ, തീറ്റ. sin 90 മൈനസ് തീറ്റ ഈക്വൽ ടു കൊസൈൻ തീറ്റ. ഒരു കോ ചേർത്തിട്ട് പറഞ്ഞാൽ മതി, കൊസൈൻ തീറ്റ. അതുപോലെ sec 90 മൈനസ് തീറ്റ ഈക്വൽ ടു cosec തീറ്റ. sec 90 മൈനസ് തീറ്റ ഈക്വൽ ടു cosec തീറ്റ. അടുത്ത ഒന്നാണ് cot 90 മൈനസ് തീറ്റ ഈക്വൽ ടു tan 90 മൈനസ് തീറ്റ ഈക്വൽ ടു tan 90 മൈനസ് തീറ്റ ഈക്വൽ ടു കൊട്ടാൻ തീറ്റ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? sin 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റ എന്നാണ്. sin 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos തീറ്റ എന്നാണ്. sec 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cosec തീറ്റ എന്നാണ്. tan 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ cot തീറ്റ എന്നാണ്.
സൗകര്യത്തിന് ഞാൻ അത് പേര് അങ്ങനെ ഉച്ചരിച്ചെന്ന് മാത്രം. ഇനി ഇത് നേരെ തിരിച്ചു നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബോക്സിനകത്ത് കരുതാം. ഈ ബോക്സിനുള്ളിൽ തിരിച്ചിട്ടാലും ശരിയാവും. അതായത് കൊസൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റയുമാണ്. കൊസൈൻ 90 മൈനസ് തീറ്റ സൈൻ തീറ്റയുമാണ്. അപ്പൊ ഈ ഒരു ബോക്സിനകത്ത് എഴുതിയത് തിരിച്ചും പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കൊസീക്ക് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റയാണ് എന്നും പറയാം. അടുത്ത ബോക്സിനകത്ത് നിന്ന് ഒരു കാര്യം കിട്ടി. ടാൻ 90 മൈനസ് തീറ്റ കൊട്ടാൻ തീറ്റയാണെങ്കിൽ കൊട്ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയുമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സൈന് കോസ് സൈന് കോസ് ടാന് കൊസീക്ക് സീക്ക് കോട്ട് ഇത്രയും വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഇതിന് വളരെ ബേസിക് ആയിട്ട് ആവശ്യമുള്ള വാല്യൂസ് സൈൻ 0 ആവശ്യമുണ്ട്, 30 ആവശ്യമുണ്ട്, 45, 60, 90 ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ്. അപ്പൊ ഈ വാല്യൂസ് എങ്ങനെയാ കണ്ടുപിടിക്കാം? പെട്ടെന്ന് ഞാൻ ഈ കോളം ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. അതായത് നമുക്ക് അറിയുന്ന 0, 4, അര, 3/4, 1 എന്ന സംഖ്യകൾ, അതായത് 0, 4, അര, 3/4, 1 ഈ സംഖ്യകളുടെ മുകളിലെല്ലാം ഒരു റൂട്ട് എന്ന് ചേർക്കാം. എല്ലാത്തിനും റൂട്ട് ചേർക്കാം. 0, 4, 0, 4, അര, 3/4, 1 ഇതിന് ഈ ഒരു റൂട്ട് ചേർക്കാം. റൂട്ട് 0 പൂജ്യത്തിന്റെ റൂട്ട് 0 തന്നെയാണ്. 1ന്റെ റൂട്ട് 1, 4ന്റെ റൂട്ട് 2. അടുത്തത് 1ന്റെ റൂട്ട് 1, 2ന്റെ റൂട്ട് 2. അടുത്തത് 3ന്റെ റൂട്ട് 3, 4ന്റെ റൂട്ട് 2. അടുത്തത് 1ന്റെ റൂട്ട് 1. ഇതാണ് സൈനിന്റെ വാല്യൂസ്. അപ്പൊ സൈനിന്റെ വാല്യൂ പെട്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 0, 4, അര, 3/4, 1 റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂ. ഇനി കോസിന്റെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ ഈ എഴുതിയതിനെ തിരിച്ചെഴുതിയാൽ മതി. അപ്പുറത്ത് എങ്ങനെ എഴുതാം? 1 √3/2, 1/√2, 1/2, 0. ഇതാണ് കോസിന്റെ വാല്യൂ. ടാനിന്റെ വാല്യൂ ആണ് കാണേണ്ടതെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0/1 എന്ന് പറയുമ്പോൾ 0 ആണ്. ഇനി അടുത്തത് 1/2/√3 മനസ്സിലാവും. 1/√3, 1/√3. ഇനി ഇത് രണ്ടും ഒരേ സംഖ്യയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 1/1 1 തന്നെ കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ √3/1, √3/1 കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യാം 1/0. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, നോട്ട് ഡിഫൈൻഡ്. അല്ലെങ്കിൽ ചാപ്റ്ററില് ആ കോളത്തിന് ടാൻ 90ന്റെ വാല്യൂ ഉണ്ടാവില്ല. ആ കോളം ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടാവും, കാരണം ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ കൊസീക്ക് ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ മറിച്ചിട്ടാ മതി. 0നെ മറിച്ചിട്ടാ എന്താ സംഭവിക്കുക? 1/0 എന്ന് വരില്ലേ? 1/0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്, സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇതിനെ മറിച്ചിടാം. 2/1 ആണ്, 2 വരും. ഇതിനെ മറിച്ചിടാം. √2/1 ആണ്, √2 വരും. ഇതിനെ മറിച്ചിടാം. 2/√3 വരും, 2/√3. ഇതിനെ മറിച്ചിടാം. 1/1 മറിച്ചിട്ട് 1/1 തന്നെയാണ്, 1 തന്നെ വരും. ഇനി കോസ് ആണ്, അപ്പൊ സൈനെ മറിച്ചിട്ട് കൊസീക്ക് ആക്കി. ഇനി കോസിനെ മറിച്ചിട്ട് സീക്ക് ഉണ്ടാക്കാം. കോസിനെ മറിച്ചിടാ 1, അതായത് 1/1 മറിച്ചിട്ടാ 1/1 തന്നെ. റൂട്ട് ഇത് മറിച്ചിടുമ്പോ 2/√3. അതെ, ഇത് മറിച്ചിട്ടാ √2/1. അടുത്തത് 2/1. അടുത്ത ഇത് മറിച്ചിട്ട് നോക്കിയ 0/1 മറിച്ചിട്ട് കഴിഞ്ഞാൽ 1/0, അതായത് നോട്ട് ഡിഫൈൻഡ്. അടുത്തത് ടാൻ മറിച്ചിട്ടാ കോട്ട് കിട്ടും. ടാൻ മറിച്ചിട്ടാൽ 1/0 ആണ്, അപ്പൊ 0/1 എന്ന് കിട്ടും, നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെ എന്ത് സാധനം ഇല്ല. അടുത്തത് √3/1. അടുത്തത് 1/1 മറിച്ചിട്ടാൽ 1 തന്നെ. അടുത്തത് √3/1 മറിച്ചിട്ടാൽ 1/√3. അടുത്തത് 0/1 മറിച്ചിട്ടാൽ 1/0 മറിച്ചിട്ടാൽ 0/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ കോളം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
SLCക്ക് ശേഷം +1 എൻട്രൻസ് എക്സാമിന് എല്ലാം വളരെ ആവശ്യമുള്ള സാധനമാണ്. ഈ വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എന്താണ് tan x = 7/24 ആണ് എങ്കിൽ what is cot x plus sec x? അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പൊ ഒരു ഫിഗർ ഉണ്ട് എന്ന് മനസ്സിലായി. ഈ ഫിഗറിനകത്ത് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണെന്ന് മനസ്സിലാക്കി, അതിന്റെ ഓപ്പോസിറ്റ് ഇതാണെന്ന് മനസ്സിലാക്കി, ഇത് അതിന്റെ അഡ്ജസന്റ് ആണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിൽ വരണം. ഇനി ഇതിന്റെ tan x എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? tan x എന്ന് പറയുമ്പോൾ 7/24 എന്ന് പറഞ്ഞാൽ tan എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് 7/24. അപ്പൊ ഈ ഭാഗത്ത് വരുന്നത് ഓപ്പോസിറ്റ് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 7 ആണെന്ന് നമുക്ക് കരുതാം. അഡ്ജസന്റ് 24 ആണ് എന്നും കരുതാം, അല്ലെങ്കിൽ 24ന്റെ മൾട്ടിപ്പിൾ ആണ്. എങ്കിൽ ഈ ഹൈപ്പോട്ടനസ് കണ്ടെത്താനുള്ള ഐഡിയ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ മതി. അപ്പൊ ഇത് എത്രയാന്ന് കിട്ടും. എങ്ങനെയാ കണ്ടുപിടിക്കാം? 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. അത് എത്ര ഉണ്ടാവും നോക്കാം. 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ആൻസർ നിങ്ങൾക്ക് കിട്ടും 576 പ്ലസ് 49. അപ്പൊ ആൻസർ കിട്ടിയത് 625 ആണ്. അതിന്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാം. 625ന്റെ റൂട്ട് 25 ആണ്. അപ്പൊ ഈ സൈഡ് നമുക്ക് കിട്ടി ദിസ് ഈസ് 25 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഈ സംഗതിയാണ്. കോട്ട് എക്സും സീക്ക് എക്സും ആണ്. കോട്ട് എക്സ് പ്ലസ് സീക്ക് എക്സ് ആണ്. കോട്ട് എക്സ് പ്ലസ് സീക്ക് എക്സ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കോട്ട് എക്സ് കാണാനുള്ള എളുപ്പമാർഗം ഒന്നുകിൽ ടാനിനെ മറിച്ചിട്ടാൽ മതി. അതായത് ടാൻ എന്ന് പറയുന്നത് ഇതിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ കോട്ടാകുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടാനിനെ മറിച്ചിട്ട് കോട്ടാവും. അപ്പൊ ഇതിന് പകരം 24 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതിയാൽ മതി. പ്ലസ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോസിനെ മറിച്ചിട്ടാ മതി. എന്താണ് കോസ്? കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് ആയിരിക്കും. എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ പറയാം? 24 ഡിവൈഡഡ് ബൈ 7 പ്ലസ് ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് 24 ആണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇതിന്റെ ആൻസർ. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം? 24 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 25 ഡിവൈഡ് ബൈ 24. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 24 into 24 524 into 24 അല്ലെങ്കിൽ 24 സ്ക്വയർ പ്ലസ് 25 into 7 all divided by 4 into അല്ലെങ്കിൽ 7 into 24. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും അതിന്റെ ആൻസർ. ഒന്ന് കണ്ടുപിടിക്കാം.